ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റാഗി സ്റ്റിക്ക് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റാഗി ആദ്യം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 2-3 വെള്ളം നല്ലപോലെ കഴുകണം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. ഇപ്പോൾ റാഗി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വാർന്നു പോകാനായിട്ടുള്ള ഒരു ഹോളുള്ള പാത്രത്തിനകത്ത് നമുക്ക് ഈ റാഗി ഊറ്റി വാരി വയ്ക്കാം. അപ്പോൾ അതൊന്ന് വെള്ളം വാർന്ന് കിട്ടട്ടെ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഒരു രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെ എപ്പോഴേലും ഒരു പ്രാവശ്യം റാഗി കൊണ്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞ എല്ലാവർക്കും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ച്, അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഫുഡാണ്. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, അതുപോലെ 2-3 ബീൻസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റാഗി സ്റ്റിക്ക് ഒന്ന് ആവി കൊള്ളാനായിട്ട് വെച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് 3-4 മിനിറ്റ് അത്രയും മതിയാവും. ഒന്ന് ആവി കയറ്റിയെടുക്കുക. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഞാനിവിടെ ഒരു 4-5 അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും 2ആയിട്ട് പിളർന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ. അതുകൊണ്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളൊരു നല്ല മണം ഉണ്ടല്ലോ. അപ്പോൾ ഈ റാഗിയുടെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തറിയത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു സവാള ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇത്തിരി ഏറെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒരുപാടങ്ങ് നമുക്കൊരു വല്ലാഴിക തോന്നത്തില്ല. അപ്പോൾ സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് വഴന്നതിന് ശേഷം നമുക്കിനി ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, അതുപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞത്, ബീൻസ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഉപ്പ് മാത്രം ഇടുക. ഇല്ലെങ്കിൽ ആദ്യം ഒന്ന് കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിലും പിന്നെ ഇടാം കേട്ടോ. അധികം ഒത്തിരി ഉപ്പ് വാരിയിടരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ വീണ്ടും ഞാൻ തുറന്നതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നിനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഈ വെജിറ്റബിൾ ഒത്തിരി വെന്ത് കുഴയാൻ പാടില്ല. കുഴഞ്ഞു പോയാൽ അത്ര ഒരു രുചി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ രുചി മാത്രമല്ല കാണാനും ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെന്ത് പോവാതെ ഇതെല്ലാം ഇപ്പോൾ വെള്ളം വറ്റിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചേക്കുന്ന റാഗി സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഏകദേശം എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി അങ്ങോട്ട് കുറഞ്ഞിരിക്കുവാണെങ്കിൽ ഇടാം. പക്ഷേ കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഉപ്പൊക്കെ ഇടുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ഉപ്പിടുക. അപ്പോൾ ഇപ്പോൾ സ്ഥിരം അടുക്കളയിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരു ചെറിയ കണക്ക് കാണും. നമുക്കൊരു കൈക്കണക്കൊക്കെ എന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും അതുപോലല്ല. അപ്പോൾ പുതിയതായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഉപ്പുമാവൊന്ന് നല്ലപോലെ ആവി കയറ്റി എടുക്കണം. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ റാഗി സ്റ്റിക്ക് ആവി കയറ്റിക്കൊണ്ട് ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഒരു കൈപ്പിടി തേങ്ങ, എത്ര തേങ്ങ വേണമെന്ന് വെച്ചാൽ തോന വേണമെന്നുള്ളവർക്ക് ഒരുപാട് വേണം, നല്ല ടേസ്റ്റ് കൂട്ടണം എന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ റാഗി ഉപ്പുമാവ് ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ അതൊരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കി ഇതുപോലെ ഒരു കേക്കിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.